പാലക്കാട് നഗരസഭയിലെ 27-ാം വാർഡിലുള്ള ITI ഹെലിപ്പാഡ് നിർമ്മിക്കാൻ അക്വയർ ചെയ്ത കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശത്ത് നിന്നും ആലങ്ങാട്ടുതറ സംഗമം റെസിഡൻസ് കോളനിയിലേക്ക് മുള്ളൻ പന്നികൾ കൂട്ടത്തോടെ എത്തുന്നത് ഭീതി പരത്തുന്നു. ഇന്നലെ രാത്രി മുള്ളൻ പന്നിയുടെ ആക്രമണത്തിൽ ഒരു വളർത്തുനായിയുടെ ചെവിയിൽ മുള്ളുകൾ തുളച്ചു കയറി. പാലക്കാട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദിനംപ്രതി നിരവധി ആളുകൾ നടന്നു പോകുന്ന ഇവിടുത്തെ പ്രധാന റോഡിലൂടെ മുള്ളൻ പന്നികൾ കൂട്ടമായി എത്തുന്നത് വഴിയാത്രക്കാർക്കും ഭീഷണിയാവുകയാണ്. KSCB സബ്സ്റ്റേഷൻ, മിലിറ്ററി ക്യാന്റീൻ, VT പട്ടതിരിപ്പാട് സ്മാരക സമുച്ചയം എന്നിവയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണിത്. 3 ശ്മശാനങ്ങളും വിശാലമായ കുളങ്ങളും കാടുപിടിച്ചു കിടക്കുന്ന ഈ പ്രദേശത്തുണ്ട്. വാഴക്കടവ് റോഡ്, യാക്കരപ്പുഴ റോഡ്, കാക്കത്തറ വാതക ശ്മശാനം, മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം, സിന്തറ്റിക് ട്രാക്ക് എന്നിവിടങ്ങളിലേക്ക് ആളുകൾ കടന്നു പോകുന്നതും 165ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന സംഗമം റെസിഡൻസി കോളനിക്കകത്തു കൂടിയാണ്. വീടുകളിലെ പച്ചക്കറിത്തോട്ടങ്ങളും കൃഷിയും മുള്ളൻ പന്നികളുടെ കൂട്ടം നശിപ്പിക്കാറുണ്ട്. അടുത്ത കാലത്ത് ഇവിടെ ഒരു മലമ്പാമ്പിനെയും പ്രദേശവാസികളിൽ ഒരാൾ കണ്ടിരുന്നു. ഇന്നലെ രാത്രിയിലാണ് എഴുത്തുകാരിയായ അപ്സര ആലങ്ങാടിന്റെ വീട്ടിലെ വളർത്തു നായ്ക്കളെ മുള്ളൻ പന്നി ആക്രമിച്ചത്. ആക്രമണത്തിൽ ഒരു നായയുടെ ചെവിയിലൂടെ മുള്ള് തുളച്ചു കയറി. പിന്നീട് ഏറെ പണിപ്പെട്ടാണ് നായയുടെ ചെവിയിൽ നിന്നും മുള്ള് ഊരിയെടുത്തത്. റെസിഡൻഷ്യൽ മേഖലയിലേക്ക് മുള്ളൻ പന്നികൾ കൂട്ടത്തോടെ എത്തുന്നത് തടയാൻ കാടുപിടിച്ചു കിടക്കുന്ന പ്രദേശത്ത് കമ്പിവേലികൾ കെട്ടാൻ അധികൃതർ തയ്യാറാവൂ എന്നതാണ് ഏക മാർഗമെന്ന് എഴുത്തുകാരിയായ അപ്സര ആലങ്ങാട് പറഞ്ഞു. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവർ ജില്ലാ കളക്ടർക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്.